بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وآله وصحبه أجمعين وبعد. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما يا رب العالمين. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് യാത്ര പറയാൻ ഒരു കൈവിരലിൽ എണ്ണാവുന്ന ദിനങ്ങളാണ് ബാക്കിയുള്ളത്. വളരെ ചുരുങ്ങിയ രാത്രികളും പകലുകളുമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അവസാനത്തിലാണ് ശക്തി ഉണ്ടാവേണ്ടത്. ഇപ്പൊ റിലേ ഒക്കെ ഓടുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നല്ല കൂടുതൽ ശക്തി ഉണ്ടാവും, അവസാന റൗണ്ടിൽ അതിനേക്കാൾ ശക്തനാണ് ഉണ്ടാവുക. കാരണം ഇതുവരെ മിസ്സായത് ഉണ്ടെങ്കിൽ ഓടി പിടിക്കാൻ പറ്റുന്ന ആളാണ് ഏറ്റവും ഫൈനൽ റൗണ്ടിൽ ഓടുക. പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കാറുള്ളത്, ഏറ്റവും ദുർബലനായ ആളെ, കളി അറിയാത്ത ആളെ റഫറി ആക്കി എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ലാസ്റ്റാണ് എന്ത് ചെയ്യാം നമുക്ക് ആവേശം കുറയാറുള്ളത്. ശരിക്കും ഏറ്റവും ലാസ്റ്റാണ് ആവേശം ഉണ്ടാകേണ്ടത്. ഒരു ആത്മപരിശോധനയും ആത്മവിമർശനവും സ്വയം നടത്തേണ്ടവരാണ് നമ്മൾ. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ ഇമാം മഹദിയെ പറഞ്ഞു, ദജ്ജാലിനെ പറഞ്ഞ് അവസാനം ഇനി ഹദീസ് തമീമുദ്ദാരി ആണ് പറയാനുള്ളത്. ഞാൻ ഹദീസ് വായിക്കാം, അതിന്റെ അർത്ഥം പറയാം. ലിഅന്ന തമീമുദ്ദാരി കാന റജുലൻ നസ്റാനിയ. തമീമുദ്ദാരി നസ്റാനിയായ ഒരു സഹാബിയായി മനുഷ്യനായിരുന്നു. പിന്നെ അയാൾ വന്നു, മുസ്ലിമായി. അയാൾ മുസ്ലിമായപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, വഹദ്ദിഥനി ഹദീഥൻ വഫഖ അല്ലദീ കുൻതു ഉഹദ്ദിഥുകും അൻ മസീഹി ദജ്ജാൽ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസീഹു ദജ്ജാലിനെ പറ്റി പറഞ്ഞ വിശേഷണങ്ങളുള്ള ഒരു സംഭവം തമീമുദ്ദാരി ക്രിസ്ത്യാനിയായ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ആ സംഭവം ഒന്ന് പറയുമോ എന്ന്. അദ്ദേഹം ക്രിസ്ത്യാനിയായ കാലത്തുള്ളത് സ്വീകരിക്കൂല, അദ്ദേഹം മുസ്ലിമായി പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, സ്വീകരിക്കും. അങ്ങനെ നബിയും സഹാബത്തും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഹദ്ദസനി അന്നഹു റഖിബ ഫീ സഫീനത്തിൻ ബഹരിയത്തിൻ. ഞങ്ങളൊരു കപ്പലിൽ, കടലിലൂടെ യാത്ര ചെയ്തു. മഅ 30 റജുലൻ മിൻ ലഹ്മിൻ വജുദാമിൻ. മാംസവും അങ്ങനെ അടിപൊളിയായിട്ട്, കറിയും മാംസവും ഒക്കെ തിന്നാൻ കുടിക്കാനൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ 30 പേർ ഒരു കപ്പലിലൂടെ കടലിൽ യാത്ര ചെയ്തു. ഫലഇബ ബിഹിമുൽ മൗജു ശഹറൻ ഫിൽ ബഹരി. കരയിലെത്താൻ പറ്റാതെ ഒരു മാസം അവരെ കടലിൽ കളിപ്പിച്ചു, തിരമാല കളിപ്പിച്ചു. കരയിലേക്ക് അടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ കയ്യിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ തീരുണ്ടാവും. അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ ثم أرفعوا إلى جزيرة في البحر حتى مغرب الشمس. സൂര്യൻ അസ്തമിക്കാനായ നേരത്ത്, വൈകുന്നേര നേരത്ത്, ഒരു മാസത്തിനു ശേഷം ആ 30 ആളുകൾ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടു. അങ്ങനെ അവർ ദ്വീപിൽ എത്തിപ്പെട്ടപ്പോൾ ഫദഖലു അൽ ജസീറ. വിശന്നു പൊരിഞ്ഞ അവർ വേഗം ദ്വീപിലേക്ക് ഓടിയിറങ്ങി. ഫലഖിയഹും ദാബതൻ. അവരവിടെ ഒരു ജന്തുവിനെ കണ്ടു. അഹ്ലഹു കസീറു ശഅരി. ധാരാളം രോമങ്ങൾ കൊണ്ട് വികൃതമായ ഒരാൾ.
ലാ യദറൂന മാ ഖുബ്ലുഹു മിൻ ദുബുരിഹി മിൻ കഥറതി ശഅരിഹി. രോമം ആവൃതമായിട്ട് അയാളുടെ മുന്നേതാണ് ബേക്ക് ഏതാണ് എന്ന് അറിയാത്ത കോലത്തിൽ വളർന്ന ഒരു മനുഷ്യനെ, ഒരു ദാബത്തിന്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തുവിനെ കണ്ടു. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, വൈലകി മാ അൻതി, നിനക്കു നാശം. കാരണം ഒരു മാസമായി പട്ടിണി കിടന്ന് ഒരു ദ്വീപിലെത്തിയപ്പോ കണ്ട ജന്തു ഏതാ? ഈ സാധനം. ഇതിന്റെ കോലാണെങ്കിലോ ഇങ്ങനെ. അപ്പൊ അത് പറഞ്ഞു, അന ജസ്സാസ, ഞാൻ ജസ്സാസയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, വമൽ ജസ്സാസ. ഇതൊന്നും തമീമുദ്ദാരി മുസ്ലിമായപ്പോ നടന്നതല്ല, അതിന് മുമ്പ് നടന്നതാണ്. അങ്ങനെ അയാൾ ആ ജസ്സാസ് അവരോട് പറഞ്ഞു, ഇൻതൊലികു ഇലാ ഹാദാ റജുലി ഫിദ്ദൈരി. ആ ഗ്രാമത്തെ, ആ ദ്വീപിന്റെ ഉള്ളിൽ ഒരു ആശ്രമത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഫഇന്നഹു ഇലാ ഖബരികും ബിൽ അശ്ഫാഖി. അയാൾക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊരു ശൈത്താനാകുമെന്ന് വിചാരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒടുക്കോടി ചെന്നു, ആ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമത്തിൽ ഞങ്ങൾ എത്തി. മുമ്പ് ഞങ്ങൾ അങ്ങനെ ഒരു സൃഷ്ടിയെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ആ ആശ്രമത്തിൽ ഉണ്ട്. ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ അയാൾ അവിടെ ഉണ്ട്. അങ്ങനെ ഇവര് ആദ്യം ചെന്നത് കണ്ടപ്പോൾ പിടിച്ചതിനേക്കാൾ വലുതാണ് മടയില്. അപ്പൊ ഇവര് ചോദിച്ചു, ആരാണ് എന്താന്ന് ചോദിച്ചപ്പോ ദ്വീപിലെത്തിയ കഥ പറഞ്ഞ ഇത് വേഗം കുറച്ച് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവസാനം ആ ആശ്രമത്തിൽ കണ്ട അത്ര വലിയതല്ല, വലിയൊരു ജീവിയായി തോന്നുന്ന വലിയൊരു മനുഷ്യനെ അവരെന്ത് ചെയ്തു? കണ്ടു. അയാളോട് പറഞ്ഞു, എന്താണ് വിവരങ്ങൾ, രക്ഷപ്പെടാനുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരി. ആർക്ക്? ഈ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടാണ് ദജ്ജാൽ, എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ തമീമുദ്ദാരി പറഞ്ഞു, നഹ്നു ഉനാസും മിനൽ അറബ് റകിബ്നാ ഫിസ്സഫീനതി ബഹരിയ. ഞങ്ങൾ അറബികളാണ്, കടലിലേക്ക് യാത്ര ചെയ്തതാണ്. ഇങ്ങനെയും ഒക്കെ എന്ത് ചെയ്തു? ഞങ്ങൾക്കിടയിൽ സംഭവിച്ച് അവസാനം നിങ്ങളുടെ നാട്ടിൽ ഈ ദ്വീപിൽ എത്തിപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ആ ദജ്ജാൽ അവരോട് ചോദിച്ചു, എങ്കിൽ അഖ്ബിറുനി അൻ നഖ്ലി ബൈസാൻ. ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തെ കുറിച്ച് എനിക്ക് വിവരം പറഞ്ഞു തരാൻ പറഞ്ഞു. അതിൽ തമീമുദ്ദാരി ചോദിച്ചു, കൂട്ടനും ചോദിച്ചു, ആ ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തിൽ എന്തു വിവരമാണ് താങ്കൾക്ക് ലഭിക്കേണ്ടത്? അസ്അലുക്കും അൻ നഖ്ലിഹ അൽ യുസ്മറു. ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തിൽ ഇപ്പോൾ ഈത്തപ്പഴമുണ്ടോ എന്നാണ്. അവര് പറഞ്ഞു, ഉണ്ട് എന്ന്. ആ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, അമാ ഇന്നഹു യൂശികു അല്ലാ തുസ്മിറ. എങ്കിൽ ഒരു കാലം വരും, ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തിലെ ഫലങ്ങൾ കഴിക്കാത്ത ഒരു കാലം വരും. രണ്ടാമത് ആ മനുഷ്യൻ, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, അഖ്ബിറൂനി അൻ ബുഹൈറതി തുബിരിയ. പൊതുവെ കേട്ടൊരു പേരായിരിക്കും ഹദീസുകളിലൊക്കെ, തുബിരിയ തടാകം. ആ തുബിരിയ തടാകത്തെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ അവർ ചോദിച്ചു, എന്താണ് തുബിരിയെ പറ്റി വിവരം അറിയേണ്ടത്? ആ മനുഷ്യൻ ചോദിച്ചു, അൽഫിഹാ മാഉൻ, അതിൽ വെള്ളമുണ്ടോ എന്നാണ്. അവര് പറഞ്ഞു, ധാരാളം വെള്ളമുണ്ട് തുബിരിയ തടാകത്തിൽ എന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, അമാ ഇന്നമാഅഹ യൂശികു അൻ യദ്ഹബ. എങ്കിൽ അതിലെ വെള്ളം എന്ത് ചെയ്യും? വറ്റുന്ന ഒരു കാലം വരും. അഖ്ബിറൂനി അൻ ഐനി സുഅരി. സുഅർ അരുവിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരും. അവർ ചോദിച്ചു, എന്താണ് വേണ്ടത് എന്ന്. അവര് അതിൽ വെള്ളമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതിൽ നിന്ന് ആളുകൾ കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അതെ എന്ന് പറഞ്ഞു. എങ്കിൽ ആളുകൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അഖ്ബിറൂനി അനിൻ നബിയിൽ ഉമ്മിയീന മാ ഫഅല. നിരക്ഷരനായ ഒരു പ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഖാലു, അവര് ചോദിച്ചു,
നിങ്ങൾക്ക് എന്താണ് ആ പ്രവാചകനെ പറ്റി അറിയേണ്ടത്? എന്നിട്ട് അവർ പറഞ്ഞു ഖദ് ഖറജ മിൻ മക്ക വനസല യത്രിബ. അവർ ആ പ്രവാചകൻ മക്കയിൽ നിന്ന് പോന്ന് യത്രിബിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് കാലത്താ തമീമുദാരി കൂട്ടർ പോകുന്നത്? ക്ലിയർ ആണല്ലോ. ഹിജ്റക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി വരും. അപ്പൊ ആ ജീവി ചോദിച്ചു, ആ ദജ്ജാൽ ചോദിച്ചു, അഖാതലഹുൽ അറബു, അറബികൾ ആ പ്രവാചകനോട് യുദ്ധം ചെയ്തു? ഞങ്ങൾ പറഞ്ഞു നഅം, അതെ. ഫകൈഫ സനഅ ബിഹിം, അവരെ എന്താണ് ചെയ്യുന്നത്? ഫഅഖ്ബർനാഹു അന്നഹു ഖദ് ളഹറ അലാ മൻ യലീഹി മിനൽ അറബി വഅതാഉ. ബദർ കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ്. ബദർ എന്താണ്ടായത്? ഹിജ്റ 2. അങ്ങനെയാണെങ്കിൽ തമീമുദാരി കൂട്ടർ പോകുന്നത് എപ്പോഴാ? ഹിജ്റ 2 കഴിഞ്ഞിട്ടാണ്. അന്ന് തമീമുദാരി മുസ്ലിം അല്ല, ആ കാലത്താണ് പോകുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തമീമുദാരി കൂട്ടരുമൊക്കെ തൊബരിയ തടാകത്തെ പറ്റി, അരുവിയെ പറ്റി ഒക്കെ പറഞ്ഞു കൊടുത്തു, നബിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി ഈ ചെങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ജീവി പറയാണ്, ജീവി മീൻസ് മനുഷ്യൻ പറയാണ്, ഇന്നി അനൽ മസീഹു ഇന്നി മുഖ്ബിറുക്കും അനി, ഇനി ഞാൻ എന്നെ പറ്റി പറയാം. ഇത്രയും ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇനി ഞാൻ ആരാണെന്ന് പറയാം. ഇന്നി അനൽ മസീഹു, ഞാനാണ് മസീഹു ദജ്ജാൽ. വഇന്നി ഊശികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജി, എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാറായിട്ടുണ്ട് ഞാൻ. ഞാൻ ഇവിടെ നിന്ന് വന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കും. 40 ദിവസം കൊണ്ട് ഞാൻ ഭൂമി ആകെ കുട്ടിച്ചോളാക്കും. അതിൽ ഒന്നാമത്തെ ദിവസത്തിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. എത്ര ദിവസമാണ്? 4 ദിവസം, 1 വർഷം വരെ. രണ്ടാമത്തെ ദിവസം 1 മാസം വരെ. മൂന്നാമത്തേത് ഒരാഴ്ച വരെ. ബാക്കി നോർമൽ. അങ്ങനെ 40 ദിവസം ഞാൻ ഇതിലൂടെ ഉണ്ടാവും. മക്കയിലും ത്വയ്ബയിലും ഞാൻ പ്രവേശിക്കുകയില്ല. സഹാബത്തിന് മക്ക മനസ്സിലായി. അത് രണ്ടിലും ഞാൻ പ്രവേശിക്കാൻ വിചാരിക്കുമ്പോഴൊക്കെ മലക്കുകൾ ഉണ്ടാകും അവിടെ സുരക്ഷയൊരുക്കിക്കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തന്റെ കയ്യിലുള്ള വാള് അല്ലെങ്കിൽ വടി കുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് ത്വയ്ബ, ഐ മദീനയാണ്. മക്കയിലും മദീനയിലേക്ക് മാറ്റി പ്രവേശനമല്ല, പിശാചിന് ദജ്ജാലിന് പ്രവേശനം. ഇതാണ് തമീമുദ്ദാരി കണ്ട സംഭവം. എന്നിട്ട് ഈ സംഭവം തമീമുദ്ദാരി മുസ്ലിം ആയപ്പോൾ വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ പോയപ്പോൾ കണ്ടിരുന്നു എന്ന്. അത് എന്തായിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ പറ്റി പറഞ്ഞതിനോട് യോജിച്ചതാണ് ആര് കണ്ടത്? തമീമുദ്ദാരി കണ്ടത്. എന്നിട്ട് പറഞ്ഞു, അല ഇന്നഹു ഫീ ബഹരി ശാമി ഔ ബഹരി യമൻ. അത് എവിടെയാണ്? ഷാമിലെ അല്ലെങ്കിൽ യമനിലെ കടലിലാണ് അത് കണ്ടത്, ആ ദ്വീപ് കണ്ടത്. ഏതാണ് ആ ദ്വീപ് എന്നോ ഇന്ന സ്ഥലമാണെന്നോ നമുക്ക് എന്താ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കുറെ അഭിപ്രായങ്ങളും അനുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ട് എന്ന് മാത്രം ചെയ്യാം നമുക്ക് പറയാം. ഖിയാമത്ത് നാളിന്റെ അടയാളമാകുമ്പോൾ ദജ്ജാൽ വരും. ഇപ്പോൾ അവിടെ ഉണ്ട്, ചെങ്ങാലിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണ്. ഖിയാമത്ത് നാളിന് പരീക്ഷണം എന്ന നിലയിൽ അല്ലാഹു തആല അവനെ അവിടെ നിന്ന് മോചിപ്പിക്കും. അന്ന് അയാൾ എന്ത് ചെയ്യും? വന്നാൽ അവന്റെ പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണത്തിന് രക്ഷപ്പെടാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിഫത്തുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ മദീനത്തെ ഒരു സഹാബി ഉണ്ട്, ഇബ്നു സയ്യാദ്. ആളുകൾ പറഞ്ഞു, ഇബ്നു സയ്യാദാണ് ദജ്ജാല്. അയാൾക്ക് ആകെ ഇടങ്ങേറായി. ഇത് ചില്ലറ കാര്യമല്ല, ദജ്ജാലാണെന്ന് പറയുന്നില്ലേ. നമ്മളവിടെ ദജ്ജാല കഴിച്ചാൽ തന്നെ ദേഷ്യമുണ്ട്, ചെയ്താനെ വിളിച്ചാൽ. അപ്പൊ ഈ സഹാബിക്ക് ആകെ ഇടങ്ങേറായി. ചർച്ച ഉണ്ട് സാറിന്റെ ഇത് ദജ്ജാല് ഇബ്നു സയ്യാദാണോ അല്ലേ എന്നുണ്ട്. അപ്പൊ ഇബ്നു സയ്യാദ് ദജ്ജാലല്ല, കാരണം അയാൾക്ക് കുട്ടിയുണ്ട്.
ദജ്ജാലിന്റെ സിഫത്ത് നമ്മൾ പറഞ്ഞു, പ്രസവിക്കാൻ പറ്റൂല, വിവരം ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ പിന്നെ ദജ്ജാലല്ല എന്നർത്ഥം. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്തത് പറഞ്ഞു വെച്ചതായി ഹദീസുകളിൽ കാണാൻ പറ്റുന്നത്. ഏതായാലും നമ്മുടെ ഒരു ബുദ്ധിയിൽ ആലോചിക്കാവുന്ന സംഗതിയല്ല ദജ്ജാലും ഇനി പറയുന്ന ദാവത്തുൽ അർളാണെങ്കിലും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇറക്കമാണെങ്കിലും ഒന്നും. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശ്വാസികളെ പറ്റി പറഞ്ഞത് വല്ലദീന യുമിനൂന അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞത്. ആ ദജ്ജാൽ വന്നാൽ ആ ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം കൊല്ലുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഈസാ നബിന്റെ ഇറങ്ങി വരവാണ് മൂന്നാമത്തെ വലിയ അടയാളം. ഒന്ന് ഇമാം മഹദിയാണ്, രണ്ട് ഈ ദജ്ജാലാണ്, അല്ലെങ്കിൽ ഈസാ നബിന്റെ ഇറക്കമാണ്, ദജ്ജാലാണ്, നാലാമത്തത് ദഅവത്തുലാണ്. ഈ നാലും യജൂജ് മജൂജ് നാലും ഒരേ സമയം ഭൂമിയിൽ ഉണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാം ഇപ്പൊ എവിടെയല്ലേ? എവിടെയല്ലേ? അവർ പറഞ്ഞു ഞങ്ങൾ ഈസാനെ കൊന്നു. കൊന്നിട്ടില്ല, കുരിശില് തറച്ചിട്ടില്ല. അതുപോലെ സാദൃശ്യമുള്ള ഒരാളെ കൊടുത്തേക്കാണ്. ഈസാനബിനെ കൊന്നിട്ടില്ല, അല്ലാഹു പറയണം കൊന്നിട്ടില്ല. പിന്നെ അല്ലാഹു അദ്ദേഹത്തിനെ ഉയർത്തി, അല്ലാഹുവിലേക്ക് ഉയർത്തി. ഇനി അദ്ദേഹം തിരിച്ചു വരും. ഖിയാമത്ത് നാളിന്റെ അടയാളായിട്ട് തിരിച്ചു വരും. ഈസാ നബിയെ അല്ലാഹു തആല ഉയർത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? ഈസാ നബി എത്രാമത്തെ വയസ്സിലാണ് നബി ആയത്? വയസ്സല്ല വെച്ചേ, എന്റെ വയസ്സാണ് പലരും പറയണത് 33. എന്താ അപ്പൊ ജനിച്ചപ്പോഴേ നബിയാണ് അല്ലേ? ഇനി അബ്ദുല്ലാഹ് കിതാബ് ജഅലനി നബിയ്യ. ഈസാ നബി അലൈഹി സ്വലാം ഉയർത്തിയ സമയം നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഇനി അദ്ദേഹം ഖിയാമത്ത് നാളിന്റെ അടയാളമായി അവസാന കാലത്ത് കടന്നു വരും. അന്ന് അദ്ദേഹം ഫോളോ ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇഞ്ചീലല്ല അദ്ദേഹം ഫോളോ ചെയ്യാൻ, പകരം ഖുർആനാണ് അദ്ദേഹം ഫോളോ ചെയ്യുക. وَإِنَّ مِنْ أَهْلِ الْكِتَابِ إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർ അഹ്ലുൽ കിതാബിൽ ഉണ്ടാകും. وَيَوْمَ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا. അദ്ദേഹം അവർക്ക് സാക്ഷിയുമായി ഇരിക്കും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്ന് ثُمَّ يَلْبَثُ النَّاسُ بَعْدَهُ سِنِينَ سَبْعًا لَيْسَ بَيْنَ اثْنَيْنِ عَدَاوَةٌ എന്ന് പറയും. അദ്ദേഹം ഭൂമിയിൽ 7 വർഷം ജീവിക്കും. فَيَمْكُثُ فِي الْأَرْضِ 40 سَنَةً. വേറെ ഹദീസിലുള്ളത് 40 വർഷം ജീവിക്കുന്നതാണ്. ثُمَّ يُتَوَفَّى فَيُصَلِّي عَلَيْهِ الْمُسْلِمُونَ. പിന്നെ അദ്ദേഹം നോർമൽ മരണം മരിക്കും, അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നിസ്കരിക്കും. അപ്പൊ ഒരു ഹദീസിൽ അദ്ദേഹം 40 വർഷം ജീവിക്കുന്നുണ്ട്, ഒരു ഹദീസിൽ അദ്ദേഹം 7 വർഷം ഇവിടെ ഭരണം നടത്തുന്നുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ അതിനെ ഒന്നായിട്ട് ക്രോഡീകരിച്ചത് ഇങ്ങനെയാണ്: ആകെ 40 വർഷമാണ് ഈസാ നബി അലൈഹി സ്വലാം ജീവിക്കുക. അവസാന കാലത്ത് 7 വർഷം ജീവിക്കും. അപ്പൊ അഫ്സൽക്ക പറഞ്ഞ ശരിയായി. എത്രാമത്തെ വയസ്സിൽ ഉയർത്തിയത്? 33. 33ാമത്തെ വയസ്സിൽ ഉയർത്തി. ഇപ്പൊ എവിടെയുള്ളത്? അവനിലേക്ക് ഉയർത്തി. എവിടേക്കെങ്കിലും ഉയർത്തിയേക്കല്ല, എറളുകൊണ്ട് ഇലൈഹി അവനിലേക്ക് ഉയർത്തി. ഇനി തിരിച്ചു വരും. പിന്നെ എത്ര കാലം ഭരിക്കും? 7 വർഷം. അപ്പൊ ആകെ 40 വർഷമാണ് ജീവിക്കുക. 33 ചർച്ചയുടെ കാര്യമാണ്, അങ്ങോട്ടും അഭിപ്രായത്തിലുള്ള കാര്യമാണ്. ഓക്കെ. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം വരും.
വന്നാൽ ثم يأتي عيسى بن مريم قوم قد عصمهم الله إذ أوحى الله إلى عيسى ദജ്ജാലിനെ വധിച്ചു കളഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമായി തൂർ പർവ്വതത്തിലേക്ക് പോകും. തൂർ പർവ്വതത്തിലേക്ക് പോകും. അങ്ങനെ ഒരു തൂർ പർവ്വതത്തിൽ എത്തിയാൽ അടുത്ത അടയാളം പറയാണ്. ഈസാ നബിന്റെ ഇറക്കത്തെ നമ്മൾ ഒന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പറയും. അല്ലാഹു തആല യജൂജിനെയും മഅജൂജിനെയും നിയോഗിക്കും. ആരാണ് യജൂജ് മഅജൂജ്? അവരെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ട്. ആ പരാമർശമാണ് ഇനി പറയുന്നത്. വീണ്ടും ഈസാ നബിന്റെ ഇറക്കത്തിലേക്ക് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. ഇന്ന് വരുന്നല്ല, വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. യജൂജ് മഅജൂജ് അതിന്റെ വലിയ അടയാളങ്ങളായിട്ടാണ് പറഞ്ഞത്. കാരണം ഈസാ നബി വരുന്ന കാലത്താണ് മഹദി ഉണ്ടാവുക, ദജ്ജാൽ ഉണ്ടാവുക, യജൂജ് മഅജൂജ് ഉണ്ടാവുക. അതിൽ ഒന്നാണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 അടയാളങ്ങൾ വലിയ അടയാളങ്ങളിൽ പറഞ്ഞുകൊടുത്ത് വന്നു. യജൂജ് മഅജൂജ് ഒരാളാണോ ഒരു കൂട്ടാണോ? ഒരു കൂട്ടാണ്. ഒരാളല്ല, ഒരു കൂട്ടാണ്. യജൂജ് ഒന്ന്, മഅജൂജ് ഒന്ന്. 2 കൂട്ടം ആളുകൾ ഒരു കൂട്ടമായി മാറും. ആദമിന്റെ മക്കളാണ്. അത് ശൈത്താന്മാര് ഇബ്ലീസുകളൊന്നുമല്ല, മനുഷ്യന്മാരാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അവര്. മംഗോളികളാണ്, താർത്താരികളാണ് എന്ന് പറയുന്നത്. താർത്താരികളൊക്കെ ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിൽ കുറച്ച് മുമ്പ് വലിയ സംഭവങ്ങളായ ആൾക്കാരാണ്. മംഗോളിയ, താർത്താരികൾ, ഇബ്നു തൈമിയ, അതൊക്കെ ഒരു കണക്ഷൻ വേറൊരു ഭാഗമാണ്. അത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആയിരിക്കും അവരുണ്ടാവുക. അവരെ രൂപം ഹദീസുകളുണ്ട്. വൃത്താകൃതിയിലുള്ള തല, ചെമ്പിച്ചതും പരുത്തതുമായ മുടി, ഉയർന്ന നെറ്റിത്തടം, വീതിയും പരപ്പുമുള്ള മുഖം, പരുത്ത പുരികം, ചെറിയ കണ്ണ്, ചപ്പിയ മൂക്ക്, ഇങ്ങനെയൊക്കെയാണ് അവരെന്തുണ്ട് വിശേഷണമുള്ളത്. ഈ സംഭവം പറഞ്ഞ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി പറഞ്ഞതിനോട് വായിക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ യാഫയത്തിന്റെ സന്തതികളാണ് യജൂജ് മഅജൂജ്. ആ വിഷയത്തിൽ മുഫസ്സിറുകൾക്കും ചരിത്രകാരന്മാർക്കും ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും താർത്താരികൾ യജൂജും മംഗോളിയക്കാർ മഅജൂജുമാണെന്നാണ് ഉള്ളത് ഒരഭിപ്രായം. 2 കൂട്ടരും തുർക്കി വർഗത്തിൽപ്പെട്ട ആളുകളുമാണ്. തുർക്കി വർഗത്തിൽപ്പെട്ട ആളുകളുമാണ്. ഇവർ ഓരോ കാലത്തും പല സ്ഥലങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ വാസസ്ഥലമായി കാണുന്നത് ഉത്തര ഏഷ്യയാകുന്നു. തെക്കു ഭാഗത്ത് ടിബറ്റും ചൈനയും തുടങ്ങി വടക്കു ശാന്ത സമുദ്രം വരെയും പടിഞ്ഞാറ് തുർക്കിസ്ഥാൻ വരെയും അത് നീണ്ടു കിടക്കുന്നു എന്നാണ് അമാനിമാര് യജൂജ് മഅജൂജിനെ പറ്റി പറഞ്ഞു വെച്ചത്. ഏതായാലും നമുക്ക് കൃത്യമായിട്ട് അവർ ആരാണെന്നൊന്നും പറയാൻ പറ്റൂല. യജൂജ് മഅജൂജ് മനുഷ്യന്മാരാണ് എന്നുള്ളത് എന്തുണ്ട് ഹദീസുകളിൽ വ്യക്തമായ കാര്യമാണ്. അവർ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. യജൂജ് മഅജൂജിന്റെ അക്രമത്തെ പറ്റി BC 500-കളിലാണ് അവരെ പരാമർശം സൂറത്തു കഹ്ഫിൽ പറയുന്നത്. BC 500-കളിൽ, AD അല്ല, BC 500-കളിൽ. ആ സംഭവം സൂറത്തു കഹ്ഫിന്റെ അവസാന ഭാഗത്തുണ്ട്. രാജാവുണ്ടല്ലോ, അതിന് ദുൽഖർനൈൻ. ആ ദുൽഖർനൈൻ രാജാവിന്റെ 3 യാത്രകളുണ്ട് സൂറത്തു കഹ്ഫിൽ. അതിൽ 3ാമത്തെ യാത്ര ഇങ്ങനെയാണ്. ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫലനജഅലു ലക ഖറജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. അയാള് ആ ഒരു യാത്രയിൽ 3ാമത്തെ ഇടത്തെത്തിയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, യജൂജ് മഅജൂജിന്റെ ശല്യം ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മതില് കെട്ടി ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്നാണ് ചോദ്യം.
إني فيه ربي خير فأعينوني بقوة نجعل بينكم وبينهم ردما. എനിക്ക് അള്ളാഹ് തന്ന ചില ഖൈറുണ്ട്, അവർ പൈസയൊക്കെ തരാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും വേണ്ട, നിങ്ങൾ തടി കൊണ്ട് എന്തെങ്കിലും മതി, ആരോഗ്യം കൊണ്ട് സഹായിച്ചാൽ മതി. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. അതേവരെ ഇരുമ്പിട്ട് ചെമ്പക്കെട്ട് കത്തിച്ച് അടിപൊളിയായിട്ടൊരു തീ കത്തിച്ച് ഉരുക്കി ഒരു മതിലാക്കി മാറ്റിക്കൊടുത്തു. ആ മതിൽ ഇനി പൊളിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള രൂപത്തിൽ നല്ലൊരു മതിലാക്കി കൊടുത്തു. അവസാനം ദുൽഖർനൈൻ രാജാവ് അവരോട് പറഞ്ഞു, قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. ഇത് പടച്ചോൻ അനുഗ്രഹം കൊണ്ട് പറ്റിയതാണ്, എന്റെ കഴിവൊന്നല്ല. ഇത് പടച്ചോൻ ഖിയാമത്ത് വേണ്ടി ചില സംവിധാനങ്ങൾ ഒരുക്കാണ്. പടച്ചോന്റെ ഒരു കൽപ്പന വന്നാൽ ദക്കാ പൊളി, അത് നടക്കണം. يموج في بعض ونفخ في الصور فجمعناهم جمعا. അവര് ഒരു വരവ് വരാനുണ്ട് എന്ന് പറഞ്ഞു. അതുവരെ എന്ത് ചെയ്യും, ഇതിങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. ആ വിഭാഗം ആൾക്കാർ ഇപ്പോൾ മതിലിന്റെ അപ്പുറത്താണ് ഉള്ളത്. അവര് എന്നും വന്ന് ഈ മതിൽ തുറക്കാൻ ശ്രമത്തിലാണ്. റസൂൽ പറഞ്ഞു, أن الرسول دخل عليها فزعا لا إله إلا الله ويل للعرب من الشر قد اقترب فتح اليوم من ردم يأجوج ومأجوج مثل هذه. നബി സല്ലല്ലാഹു പേടിച്ചു വന്നിട്ട് പറഞ്ഞു, അടുത്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ അറബികൾക്ക് നാശം. എന്നിട്ട് നബി സല്ലല്ലാഹു രണ്ട് വിരലുകൾ ചേർത്ത് വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യഅജൂജ് മഅജൂജിന്റെ മതിലിൽ ഒരു വിടവുണ്ടായി. ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടു ചൂണ്ടുകളിലും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഒരു ദ്വാരണ്ട. ഏതിന്? ദുൽഖർനൈൻ രാജാവ് കെട്ടിക്കൊടുത്ത മതിലിന്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങളിൽ അന്ന് നല്ല ആൾക്കാർ ജീവിക്കുമ്പോൾ ഞങ്ങൾ നശിക്കുമോ എന്ന് പറഞ്ഞു. ആ ഉണ്ടാവും, തോന്നിയാസം വർദ്ധിച്ച. വേറെ ഹദീസിൽ കാണാം, എല്ലാ ദിവസവും മതിൽ വന്ന് പൊളിക്കും. വൈകുന്നേരം ആകുമ്പോൾ അവര് പറയും, ഞാൻ നാളെ നോക്കാം, ക്ഷീണിച്ചിട്ടുണ്ട്. ചെറിയൊരു ഓട്ടം കാണും. അവര് പിറ്റേന്ന് വരുമ്പോ ഓട്ടം അടഞ്ഞിട്ടുണ്ടാവും. അവസാനം ഖിയാമത്ത് നാളിലേക്ക് അടുക്കുമ്പോൾ അവര് പറയും, ഇൻഷാ അല്ലാഹ് നാളെ നോക്കാന്ന് പറയും. പിറ്റേന്ന് വരുമ്പോ ആ ദൂരം അവിടെ ഉണ്ടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ദൂരം തകർത്ത് വരുന്നത്. അങ്ങനെ അവര് വലിയ അടയാളമായി അവര് വന്നാൽ ഇവിടെ ആകെ പറഞ്ഞത് അവര് അടിച്ച് തുടക്കുമെന്നാണ്. ആകെ അവര് ആകെ സ്വൈര്യവിഹാരം നടത്തും. അത്രയും വൃത്തികെട്ട പണികൾ അവര് ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അവര് ചെയ്താൽ ഈസാ നബിയും കൂട്ടരും തൂർ മലമുകളിലാണുള്ളത്. അവരിലെ എണ്ണത്തിരണ്ട് തടാകത്തിലൂടെ പോകും. അവരെ വെള്ളം കുടിക്കും. അവസാനം പോകുന്ന ആള് ചോദിക്കും, ഇവിടെ വെള്ളം ഉണ്ടായില്ലേ? അപ്പൊ എല്ലാവരും കുടിച്ചിട്ട് എന്ത് ചെയ്തു? വെള്ളം പറ്റണ അത്രയും പടപ്പാളാരുണ്ടാവും, അവര് ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമയും കൂട്ടരും ആ മലമുകളിൽ ഉപരോധിക്കപ്പെടും. തൂർ മലമുകളിൽ ഉപരോധിക്കപ്പെടും. പുറത്തിറങ്ങാൻ പറ്റാതെ ഉപരോധിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് ആ ഉപരോധത്തിന്റെ അവിടെ നിന്ന് യജൂജ് മജൂജ് ഉപരോധിക്കുന്നതും യജൂജ് മജൂജിന്റെ തകർച്ചയും കാര്യങ്ങളും പിന്നീട് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ നല്ല അടിമകളിൽ അവൻ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ അവസാന ദിനങ്ങളിൽ ഏറ്റവും പുണ്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൻ.